മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ കാണപ്പെടുന്ന രൂപമാണ്. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ സ്വന്തം ഛായയിലാണ്, സാദൃശ്യത്തിലുമാണ്. അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്ന് പറയുന്ന രണ്ടും കൂടെ കൂട്ടി വായിച്ചു കഴിയുമ്പോഴും നമ്മൾ ചെന്ന് എത്തി നിൽക്കുന്നത് നമ്മളിൽ തന്നെയാണ് ദൈവം, നമ്മൾ തന്നെയാണ് ദൈവത്തിൻ്റെ ഭാഗവും എന്നാണ്. എ പാർട്ട് ഓഫ് ഗോഡ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തെ പോലെ ആണ് എന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റുള്ളവരും ദൈവത്തിൻ്റെ ഭാഗമാണ്, നമ്മളും ദൈവത്തിൻ്റെ ഭാഗമാണ്. കാരണം നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഭാഗത്തോട് ശത്രുത പുലർത്തിക്കൊണ്ട് പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തമായിട്ടിരിക്കാൻ, ഭാഗമായിട്ടിരിക്കാൻ കഴിയും. ഇതാണ് ആ ചിന്ത. അപ്പം ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുക എന്ന് പറയുമ്പോൾ, എൻ്റെ ശത്രുവിന് പരാജയവും എൻ്റെ മിത്രത്തിന് വിജയവും, അതേപോലെ തന്നെ എൻ്റെ ഇഷ്ടങ്ങൾ നടക്കുകയും എൻ്റെ അനിഷ്ടങ്ങൾ നടക്കാതിരിക്കുകയും, അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന മാത്രം നടക്കുകയും അവരൻ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാതിരിക്കുകയും ചെയ്യുക, ഞാൻ ജയിക്കുക മറ്റുള്ളവർ തോക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ദിവസത്തിൻ്റെ ആദ്യ സമയങ്ങൾ ചെലവഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നാം ദൈവത്തിൻ്റെ ഭാഗം അല്ല എന്നാണ്. ദൈവത്തെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൂജിക്കുന്ന ഒരു വിഗ്രഹമായിട്ടോ വസ്തുവായിട്ടോ മാത്രം കാണുക എന്നതിൻ്റെ അർത്ഥമുള്ളൂ. നേരെ മറിച്ച് യഥാർത്ഥത്തിൽ ദൈവം ജീവിക്കുന്നവനാണെന്നും ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഭാഗമാണ് നാം എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദൈവം നമ്മളിലുള്ളതിൻ്റെ, നാം ദൈവത്തിലായിരിക്കുന്നതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിക്കാൻ കഴിയണം. അപ്പോൾ മാത്രമേ നമ്മൾ ദൈവിക മനുഷ്യനാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം നാം വേറെ എന്തോ മനുഷ്യനായിരിക്കും. ഈ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയുടെ 2ാം ഭാഗം, സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ അടുത്ത സ്റ്റാൻസ എന്ന് പറയുന്നത് വിദ്വേഷം ഉള്ളിടത്ത് സ്നേഹമെന്നാണ്. വിദ്വേഷം എന്നുള്ളത് ഇംഗ്ലീഷിൽ ഹേറ്റ്രഡ് എന്നാണ് പറഞ്ഞത്. Where there is hatred, there will be love. വിദ്വേഷം ഉള്ളിടത്ത് അല്ലെങ്കിൽ വെറുപ്പുള്ളിടത്ത് സ്നേഹം. കാരണം ഈ വിദ്വേഷത്തെയും വെറുപ്പിനെയും അകറ്റാൻ സ്നേഹത്തിന് മാത്രമേ സാധിക്കൂ. അത് നാം വിചാരിച്ചാൽ സാധിക്കുകയില്ല, ദൈവം വിചാരിച്ചാലേ സാധിക്കുകയുള്ളൂ. ദൈവം വിചാരിച്ചാൽ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു ശത്രുവിനെയും സ്നേഹിക്കാൻ സാധിക്കില്ല, ഒരു വെറുപ്പും അകറ്റാൻ സാധിക്കില്ല. അപ്പോൾ ദൈവം നമ്മെ എത്രയോ മുമ്പേ മറക്കേണ്ടതായിരുന്നു, വെറുക്കേണ്ടതുമായിരുന്നു. കാരണം നമ്മൾ അത്രമാത്രം ദൈവത്തിന് നിരക്കാത്ത ചിന്തകളിലോ വ്യാപാരങ്ങളിലോ പ്രവൃത്തികളിലോ ഒക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. അല്ലാത്ത മനുഷ്യർ ആരുമില്ല. അല്ലാത്ത മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ അവരോട് നിൽക്കില്ലായിരുന്നു. അവർ പണ്ടേ സായുജ്യത്തിൽ നിത്യശാന്തിയിൽ എത്തിയാൽ, ആ പെർഫെക്ഷൻ എത്തിയാൽ പിന്നെ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ലല്ലോ. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിലെല്ലാം അപൂർണതകളുണ്ട്, കുറവുകളുണ്ട്. അപ്പം ഇതിൻ്റെ ഒന്നും പേരിൽ ദൈവം നമ്മെ വെറുക്കുന്നില്ല, അപ്പോഴും ദൈവം എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം, പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയണം, ഇപ്പോഴും ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത്രയൊക്കെ നാം ദൈവത്തെ ദ്രോഹിച്ചിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മോട് ചെറിയ ദ്രോഹങ്ങൾ ചെയ്തവർക്ക് എതിരെ, നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയവർക്കെതിരെ, നമ്മെ വിഷമിപ്പിച്ചവർക്കെതിരെ നമ്മളിപ്പോഴും ആ ഒരു വെറുപ്പ്, വിദ്വേഷം പുലർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കെങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും? ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കും? ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് പറയാൻ നമുക്ക് എങ്ങനെ കഴിയും? ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്നുണ്ടെങ്കിൽ
ദൈവിക സ്വഭാവം നമ്മളിലുണ്ടാവണം. അപ്പോൾ നമ്മളിലുള്ള ആ വെറുപ്പും വിദ്വേഷവും അതാരോടെ? ദൈവത്തോടല്ല, ഒരിക്കലുമല്ല. നമ്മെ ദ്രോഹിച്ചവരോടും നമ്മെ വിഷമിപ്പിച്ചവരോടും നമ്മുടെ ശത്രുക്കളാണെന്ന് നാം കരുതുന്നവരോടും, നമ്മളെ ശത്രുക്കളാണെന്ന് നാം കരുതാൻ തക്കവണ്ണം അവർ നമ്മോട് പ്രവർത്തിച്ചതിൻ്റെ പേരിലും ഒക്കെ ആയിരിക്കാം. പക്ഷേ ദൈവത്തെ പ്രതി അവരോട് ക്ഷമിക്കുക, അവരുടെ ദ്രോഹം മറക്കുക. അപ്പോൾ ആ വെറുപ്പ് മനസ്സിൽ നിന്ന് മാറ്റിയാൽ, വിദ്വേഷം മനസ്സിൽ നിന്ന് മാറ്റിയാൽ, അവിടെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയും. ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞാൽ മാത്രമേ മനുഷ്യനെ, ദ്രോഹിച്ചവരെ, വിഷമിപ്പിച്ചവരെ, വെറുക്കാൻ തക്കവണ്ണം നമ്മെ ദ്രോഹിച്ചവരെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് വിദ്വേഷവും വെറുപ്പും ഉള്ള ഇടങ്ങളിൽ നമുക്ക് സ്നേഹം കൊണ്ട് അവയെ നികത്താൻ, അവയെ പരിഹരിക്കാൻ പരിശ്രമിക്കാം. അതിന് ദൈവത്തിൻ്റെ സഹായം വേണം. ദൈവത്തിൻ്റെ സ്നേഹത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതുമേൽ നിന്ന് നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.